ഇതാണ് ആസോസിന്റെ റോഗ് ആലൈ എക്സ്. ഇത് ഒരു ഹാൻഡ് ഹെൽഡ് ഗെയിമിംഗ് കൺസോൾ ആണ്. വൈദ്യുതി ഒരു ചെറിയ ഡിസ്ക്ലൈമർ, ഈ വീഡിയോ ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് സാധാരണ ആൾക്കാർ, അതായത് എനിക്കൊരു ഗെയിമിംഗ് കൺസോൾ വാങ്ങിയാൽ കൊള്ളാം, ഈ ഗെയിമിംഗ് കൺസോൾ എന്താണ്, അത് മേടിച്ചാൽ ഗുണമുണ്ടോ, അത് എങ്ങനെയാണ് സംഭവം എന്നൊക്കെ അറിയാൻ കൗതുകമുള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അല്ലാണ്ട് നിങ്ങളിപ്പോൾ ഒരു പ്രൊഫഷണൽ ഗെയിമറൊക്കെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ബ്രോ അതെന്താണ് ബ്രോ ആ ഒരു FPS അത് ഇത് എന്നൊക്കെ പറഞ്ഞ് എന്നോട് ചോദിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാനും ഒരു ഗെയിമറല്ല, ആദ്യമായിട്ടാണ് ഞാനൊരു ഹാൻഡ് ഹെൽഡ് ഗെയിമിംഗ് കൺസോൾ ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ട് ഇത് ഞാൻ ഉപയോഗിച്ചതിൻ്റെ കൗതുകത്തിൽ ഞാനിതിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ആൻഡ് ഇത് നിസ്സാര വിലയല്ല, ഏകദേശം 1 ലക്ഷം രൂപയോളം വിലയുള്ളതുകൊണ്ട് എന്നെപ്പോലെ ഇതൊന്ന് വാങ്ങിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം പോയിട്ട് വാങ്ങിക്കുക. ബേസിക്കലി ആസൂസ് റോഗിൻ്റെ ആലി എന്ന് പറഞ്ഞ ഒരു മോഡൽ ഇറങ്ങിയായിരുന്നു. ആ ഒരു മോഡലുള്ള കുറേ അധികം പോരായ്മകൾ മാറ്റിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന മോഡലാണ് ആസൂസ് റോഗ് ആലി എക്സ്. പ്രധാനമായിട്ടും ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇത് റൺ ചെയ്യുന്നത് വിൻഡോസിലാണ്. യെസ്, ഇത് വിൻഡോസ് 11ലാണ്. കണ്ടോ, ഇത് ടച്ച് സ്ക്രീനിലാണ് വരുന്നത്. ഇത് 7 ഇഞ്ചിന്റെ ഒരു LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. യെസ്, OLED ഡിസ്പ്ലേ കൊടുത്ത രസം ഉണ്ടായേനെ, ബട്ട് ദിസ് ഇസ് ആൻ LCD ഡിസ്പ്ലേ. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 500 നിറ്റ്സ് ആണ്. ബേസിക്കലി ഇൻഡോർ യൂസിന് വേണ്ടിയാണ് ഇത് ഉദ്ദേശിച്ചേക്കുന്നത് എന്നുള്ളതുകൊണ്ട് 500 നിറ്റ്സ് ഈസ് ഓക്കെ. പക്ഷേ നിങ്ങളിപ്പോൾ ബാൽക്കണിയിലൊക്കെയാണ്, ഉച്ചയ്ക്കൊക്കെയാണ് ഇരുന്ന് കളിക്കുന്നത്, പാർക്കിലൊക്കെയാണ് ഇരുന്ന് കളിക്കുന്നതെങ്കിൽ ആ സമയത്ത് ബ്രൈറ്റ്നസ് കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നും. അല്ലാണ്ട് വീട്ടിനുള്ളിൽ കളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സോ ഫിസിക്കൽ ഓറിയോ നോക്കുവാണെങ്കിൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് 4 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. കൊണ്ടോ XABY എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഇവിടെയായിട്ട് നിങ്ങൾക്ക് ജോയ്സ്റ്റിക്ക് വരുന്നുണ്ട്. യെസ്, ഈ ഒരു ജോയ്സ്റ്റിക്കിൻ്റെ ചുറ്റും വന്നിരിക്കുന്ന ഈ ഒരു RGB ലൈറ്റ് കണ്ടു, ഇത് ഫുള്ളി കസ്റ്റമൈസബിൾ ആണ്. പിന്നെ ഇതിനകത്തൊരു മോഡ് ഉണ്ട്, അത് ഓണാക്കി കഴിഞ്ഞാൽ ഗെയിമിനകത്തുള്ള പോലെയൊക്കെ ഇത് സിങ്ക് ആവും ഈ ഒരു ലൈറ്റ്. എന്തായാലും നമുക്ക് ഇഷ്ടമുള്ള ലൈറ്റ്, ഇഷ്ടമുള്ള ഒരു ബ്ലിങ്കിങ് പാറ്റേൺ ഒക്കെ വയ്ക്കാൻ പറ്റും. പിന്നെ ഇവിടെയായിട്ട് ഇതേ 2 ബട്ടൺസ് ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ സ്പീക്കർ വരുന്നത്. ആൻഡ് ഇവിടെ ഒരു മൈക്ക് ഉണ്ട്, ഇത് കാണുന്നുണ്ട്, ഇവിടെ ചെറിയൊരു മൈക്ക് ഉണ്ട്. പിന്നെ ഇതേപോലെ ഇത് ഈ സൈഡ് നോക്കുവാണെങ്കിൽ ഈ സൈഡിലും നിങ്ങൾക്ക് ജോയ്സ്റ്റിക്കിന്റെ പൊസിഷൻ കണ്ടോ, ഇവിടെ ജോയ്സ്റ്റിക്കിന്റെ പൊസിഷൻ ഇവിടെയാണ്, ഇവിടെ കുറച്ച് മുകളിലായിട്ടാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ആരോ ടൈപ്പ് ബട്ടൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും അതേപോലെ 2 ബട്ടൺസ് ഉണ്ട്, മൈക്ക് ഉണ്ട്, ഇവിടെയായിട്ട് സ്പീക്കർ ഉണ്ട്. ബട്ടൺസിന്റെ എണ്ണം ഇവിടെ തീരുന്നില്ല. ഇവിടെ ഒരു ഷോൾഡർ ബട്ടൺ ഉണ്ട്. ഇത് ഒരു ഷോൾഡർ ബട്ടൺ ആണ്, ഇങ്ങനെ അമർത്താൻ പറ്റുന്ന. ഇവിടെ ഷോൾഡർ ബട്ടൺ ഉണ്ട്. ഇവിടെയും നിങ്ങൾക്ക് ഷോൾഡർ ബട്ടൺസ് അവൈലബിൾ ആണ്. ഇവിടെയും ബട്ടൺസിന്റെ എണ്ണം തീരുന്നില്ല. ബാക്ക് സൈഡിൽ നോക്കുവാണെങ്കിൽ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് ഇവിടെയും ഷോൾഡർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്നുണ്ടല്ലോ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇത് ഒരു RGB LED സ്ട്രിപ്പ് ആണെന്നൊക്കെ തോന്നും, ബട്ട് RGB LED സ്ട്രിപ്പ് അല്ല. ഇത് ശരിക്കും ഒരു റിഫ്ലക്റ്റീവ് ടൈപ്പ് ഓഫ് ഒരു സ്ട്രിപ്പാണ്. ഇവിടെ റോഗിൻ്റെ ഷേപ്പിൽ എയർ വെൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഉണ്ട് എയർ വെൻസ്. എയർ വെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെയാണ് ആക്ച്വലി ഉള്ള എയർ വെൻറ്റ്. ഫാനൊക്കെ ഇതിനകത്താണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഗെയിം കളിക്കുമ്പോൾ കാറ്റ് വരുന്നത്. 2 Type-C പോർട്ടുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇൻഡിക്കേഷൻ ലൈറ്റുകൾ, വോളിയം റോക്കേഴ്സ് ഉണ്ട്. ഇവിടെയായിട്ട് പിന്നെയും ഒരു എയർ ഇൻടേക്കിൻ്റെ വെൻറ്റ് ഉണ്ട്. നിങ്ങൾക്ക് SD കാർഡ് വേണമെങ്കിൽ ഇതിനകത്ത് ഇടാനായിട്ട് പറ്റും. 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. ഒരു പവർ ബട്ടൺ ഉണ്ട്. ഈ പവർ ബട്ടൺ ആക്ച്വലി ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറും കൂടിയാണ്. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുകയല്ലേ, ഞാൻ ഇതിനകത്ത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിരൽ വെച്ച് കഴിഞ്ഞാൽ കണ്ടോക്കാവുന്ന ഇതൊരു ഫിംഗർ പ്രിൻറ്റ് സെൻസറായിട്ടും ആക്ട് ചെയ്യും. സംഭവത്തിന് വെയിറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ യെസ്, വെയിറ്റ് ഉണ്ട്. ഏകദേശം 608 ഗ്രാം, 1/2 കിലോയ്ക്ക് മുകളിലാണ് ഇതുള്ളത്. ഇങ്ങനെ വെച്ച് ഗെയിം കളിക്കുന്ന സമയത്ത് പ്രശ്നമൊന്നുമില്ല, കളിച്ച് പോകാനായിട്ട് പറ്റും. പക്ഷേ നിങ്ങൾ ബെഡിലൊക്കെ കിടന്ന ഇത്തരത്തിൽ ഗെയിം കളിക്കുന്നവരാണെങ്കിൽ എങ്ങാനും കൈ ഒന്ന് തെന്നി വീണ് കഴിഞ്ഞാൽ നിങ്ങളുടെ മൂക്കിൻ്റെ പാലം പൊട്ടും. സോ ബി വെയർ. നോർമലി ഗെയിം കളിക്കുമ്പോൾ അത്ര വെയിറ്റ് തോന്നില്ല, ബട്ട് ലോങ് ടേമിൽ ഒരു 1-2 മണിക്കൂറൊക്കെ ഇരുന്ന് കളിക്കുന്നവരാണെങ്കിൽ മേ ബി കുറച്ച് ഒരു ഹെവിയർ സൈഡായിട്ട് തോന്നും. ബട്ട് വെയിറ്റ് ഈസ് വെൽ മാനേജ്ഡ്. 2 സൈഡിലും ഈക്വലി ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഇതേ കണ്ടില്ല, ഇങ്ങനെ കൈ പിടിക്കാനുള്ള ഒരു കൈൻഡ് ഓഫ് ഇത് കൊടുത്തിട്ടുണ്ട്. കൈ സ്വെറ്റി ആയിട്ടുള്ള ഹാൻഡ്സ് ഉള്ളവർക്കാണെങ്കിൽ പോലും ഇത് പിടിക്കാൻ വലിയ കുഴപ്പമില്ല. ഇവിടെയും കുറച്ചത് ഇങ്ങനെ ബെൻഡഡ് രൂപത്തിലാണ് കൊടുത്തേക്കണം, കണ്ടോ. അതുകൊണ്ട് പിടിച്ച് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്ത് വൈബ്രേഷൻ ഉണ്ട് കേട്ടോ. സോ ഇപ്പോൾ നിങ്ങളൊരു ഷൂട്ടിംഗ് ഗെയിമൊക്കെ കളിക്കുമെന്ന് വിചാരിക്കും. ഷൂട്ടിംഗ് ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾ ഷൂട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്ക് വെട്ടി കൊള്ളുമ്പോൾ അല്ലെങ്കിൽ വെട്ടി വെക്കുമ്പോഴൊക്കെ ഈ കൺസോളിനകത്ത് ഒരു ഫീലിംഗ് വരുന്നുണ്ട് വൈബ്രേഷൻ്റെ. അപ്പോൾ അത് നല്ല രസമുണ്ട്. ആ ഒരു വൈബ്രേഷൻ സൈഡ് അനുസരിച്ച് മാറുന്നുണ്ട്. ഇപ്പോൾ ലെഫ്റ്റിൽ വൈബ്രേഷൻ കിട്ടി, റൈറ്റിൽ വൈബ്രേഷൻ കിട്ടി, അങ്ങനെയൊക്കെ കൊള്ളാം. പിന്നെ ഗൈറോ സപ്പോർട്ട് ഉണ്ട്. ഇപ്പോൾ ഗൈറോ ഉപയോഗിച്ചത് ഇങ്ങനെ മറ്റേ കാറൊക്കെ ഇങ്ങനെ ഓടിക്കുന്നവരല്ലേ, ഇങ്ങനെ ഓടിക്കുന്നവർ അല്ലെങ്കിൽ ഗൈറോ വെച്ച് ഷൂട്ട് ചെയ്യുന്നവർ, അങ്ങനത്തെ ആൾക്കാർക്കും ഇത് യൂസ്ഫുൾ ആവും. ഇതിനകത്ത് ഗൈറോ ഉണ്ട്. സോ ബൈ ഡീഫോൾട്ട് ഇതിനകത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നിങ്ങൾക്ക് കുറേ അധികം ഗെയിമിംഗ് പ്ലാറ്റ്ഫോംസ് കാണാനായിട്ട് പറ്റും. ഇതിനകത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാ സെറ്റിങ്സും വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് കൺഫിഗർ ചെയ്യാനായിട്ട് പറ്റും. ഓരോ ബട്ടൺ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം എന്ത് രീതിയിൽ വേണമെന്ന്. അപ്പോൾ ആ കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിനകത്ത് തന്നെ ഇൻബിൽഡ് ആയിട്ട് കുറച്ചധികം
ഗെയിമിംഗ് പ്ലാറ്റ്ഫോംസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റീം കണ്ട്, സ്റ്റീം, യൂബിസോഫ്റ്റ്, EA ഗെയിംസ് എന്നൊക്കെ. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഗെയിംസ് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇത്രയും ഗെയിമുകൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഗെയിമുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ഹാൻഡ് ഹെൽഡ് അല്ലെങ്കിൽ ഗെയിമിംഗ് കൺസോളുകൾക്ക് വേണ്ടി കൺഫിഗർ ചെയ്തേക്കുന്ന ഗെയിമുകൾ ഡൗൺലോഡ് ചെയ്ത് കളിക്കുക. കാരണം ഇതൊരു വിൻഡോസിൽ റൺ ചെയ്യുന്ന സാധനം ആയതുകൊണ്ട് ഏത് ഗെയിമും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ സ്റ്റീമിനകത്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ, ഇപ്പോൾ സ്റ്റീമിനകത്ത് ഞാൻ ഈ ഗെയിംസ് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് കണ്ടു ഒരു ഹാൻഡ് ഹെൽഡ് ഐക്കണിൻ്റെ പടം വരുന്നുണ്ടോ. ഈ ഹാൻഡ് ഹെൽഡ് ഐക്കണിൻ്റെ പടം വരുന്ന ഗെയിമുകളൊക്കെ നിങ്ങൾക്ക് ഹാൻഡ് ഹെൽഡിൽ കളിക്കാൻ പറ്റും. ബട്ട് ചില ഗെയിമുകൾ, ഉദാഹരണത്തിന് ഇതിപ്പോൾ കണ്ടോ, ഈ ഗെയിം കണ്ടോ, ഈ ഗെയിമിൽ കീബോർഡിൻ്റെയും മൗസിൻ്റെയും പടം ഇട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഗെയിമുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ കളിക്കാൻ പറ്റും. പക്ഷേ ഹാൻഡ് ഹെൽഡിൽ കളിക്കാൻ വലിയ സുഖം ഉണ്ടാവില്ല. ഞാൻ ഒരു പ്രൊഫഷണൽ ഗെയിമർ ഒന്നും അല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും കളിച്ച ഗെയിമുകൾ എന്ന് പറയുന്നത് PES, ഈ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. കൊള്ളാം. ഫുട്ബോൾ കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ ഈ സാധനം. ഫുട്ബോൾ കളിക്കാം. പിന്നെ ഫൈനൽസ് എന്ന് പറഞ്ഞ ഗെയിം കളിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഷൂട്ടിംഗ് ആണ്. ഫൈനൽസ് എന്ന് പറഞ്ഞ ഗെയിം കളിക്കാൻ രസമുണ്ട്. പിന്നെ ഓവർവാച്ച് 2 കളിക്കാൻ രസമുണ്ട്. പിന്നെ കാർ റേസിങ്, സ്റ്റംബിൾ, അങ്ങനത്തെ കുറച്ച് കാഷ്വൽ ഗെയിംസും RPG ഗെയിംസും അതേപോലത്തെ ഉള്ള ഗെയിമുകളാണ് ഞാൻ കളിച്ചു നോക്കിയത്. കളിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ കൊള്ളാം. ഫോർ എ ഹാൻഡ് ഹെൽഡ് ഡിവൈസ് നല്ല ഗ്രാഫിക്സിൽ കളിക്കാനായിട്ട് പറ്റുന്ന ഹയസ്റ്റ് സെറ്റിംഗ് ജെൻഷൻ ഇമ്പാക്റ്റും ഞാൻ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ചു നോക്കി. നല്ല വിഷ്വൽസ് കാണാനൊക്കെ നല്ല രസമുണ്ട്. ഫ്രെയിം ഡ്രോപ്സ് ഉണ്ടോയെന്ന് വെച്ചാൽ ഒക്കേഷണലി ഫ്രെയിം ഡ്രോപ്സ് വരുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് പെർഫെക്റ്റ് ഗെയിമിംഗ് മെഷീൻ, ദർ ആർ ഫ്ലോസ്. ബട്ട് ഈ ഒരു ബട്ടൺ കണ്ടു, ഇത് ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു സാധനം ഓപ്പൺ ആയി വരും. ഇതിനകത്ത് ഓപ്പറേറ്റിംഗ് മോഡ് ഉണ്ട്. ഇപ്പോൾ ടർബോയിലാണ് കിടക്കുന്നത്. അതായത് 25 വാട്ട്. അത് നിങ്ങൾക്ക് 13 വാട്ടിലിടാം, കുറഞ്ഞ പവർ യൂസ് ചെയ്യുന്നതിലിടാം. അല്ലെങ്കിൽ 17 വാട്ടിലിടാം, അല്ലെങ്കിൽ 25 വാട്ടിൽ ടർബോയിലിടാം. സോ നിങ്ങൾ ഏത് വാട്ടിലാണ് ഇട്ട് കളിക്കുന്നത് എന്നനുസരിച്ചിരിക്കും ഇത് എത്രത്തോളമാണ് പവർ കൺസ്യൂം ചെയ്യുന്നതെന്ന്. ബേസിക്കലി ഗെയിംസ് കളിക്കണമെങ്കിൽ 25 വാട്ടിലിട്ടാലായിരിക്കും രസം. 25 വാട്ടിലിട്ടാൽ നല്ല രസമായിട്ട് ഗെയിം കളിക്കാൻ പറ്റും. നല്ല ഗ്രാഫിക്സ് ഒക്കെ ആണെങ്കിലും ഈ ഫുട്ബോളൊക്കെ നിങ്ങൾ കളിക്കുവാണെങ്കിൽ കഷ്ടി 2 മാച്ച് കളിക്കാൻ പറ്റും. കാരണം ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് ടർബോയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം പോയ 1.5 മണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ ചാർജ് ചടേന്ന് ഇറങ്ങിപ്പോകും. ബോക്സിനകത്ത് ഈ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. 65 വാട്ടിൻ്റെ ഒരു ചാർജറാണ്. യെസ്, ഇത് Type-C ചാർജറാണ്. ബട്ട് ഈ അറ്റത്ത് ഇത്തരത്തിലുള്ള പ്ലഗ് ഉണ്ട്. ഇതേപോലെ ഒരു Type-C കേബിൾ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ ഇവിടെയുള്ള Type-C പോർട്ടിലേക്ക് ഇതങ്ങോട്ട് കുത്തുക. ഇതിങ്ങനെ Type-C പോർട്ടിൽ കുത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ചാർജ് ആവുന്നത് കാണാനായിട്ട് പറ്റും. ചാർജിൽ കുത്തിയിട്ടുകൊണ്ട് കളിക്കാം. അത്യാവശ്യം നല്ല നീട്ടമുണ്ട് വയറിനുള്ളതുകൊണ്ട് ചാർജിന് ഇങ്ങനെ പ്ലഗിൽ കുത്തിയിട്ട് കളിക്കുമ്പോൾ നല്ല പെർഫോമൻസ് കിട്ടും. അതിന് ഞാൻ ഈ പറയുന്നത് കുറച്ച് കോൺട്രഡിക്ടറി ആയിട്ട് തോന്നും. കാരണം ഇതൊരു പോർട്ടബിൾ ഗെയിമിംഗ് മെഷീൻ അല്ലേ ബ്രോ, അപ്പോൾ ശരിക്കും ബാറ്ററിയിലല്ലേ കളിക്കേണ്ടത്, ചാർജിൽ കുത്തി കളിക്കാനാണെങ്കിൽ ഇത് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ? വിച്ച് ഈസ് ട്രൂ, ഐ നോ. ബട്ട് എന്താ പറയുക, ചാർജിൽ കുത്തി കളിക്കുമ്പോഴാണ് ഇതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ വരുന്നത്. ബട്ട് സ്റ്റിൽ ഊരിയിട്ട് കളിക്കുവാണെങ്കിലും പൊട്ടൻഷ്യലിന് കുറവൊന്നും ഇല്ലെങ്കിലും ഫ്രീക്വൻ്റ്ലി നിങ്ങൾ ഹൈ എൻഡ് ഗെയിംസ് ഒക്കെയാണ് കളിക്കുന്നതെങ്കിൽ ചാർജ് ചെയ്യേണ്ടി വരും. ചാർജിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതിനകത്ത് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് കേട്ടോ. സോ കുത്തിയിട്ട് കഴിഞ്ഞാൽ ചടപടയെന്ന് സാധനം ചാർജ് ആവും. ഇനി ഗെയിം കളിക്കുമ്പോൾ ഹീറ്റിംഗ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ഫാനുകളെല്ലാം ഈ സൈഡിലാണ് വരുന്നതുള്ളതുകൊണ്ട് നമ്മുടെ നേരെ ഹീറ്റൊന്നുമില്ല, നമ്മൾ കൈ പിടിക്കുന്നവിടെ ഹീറ്റൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഇവിടെ ഒന്നും കൈ കൊണ്ട് വെച്ചേക്കരുത് പ്ലീസ്. ഇതിൻ്റെ ഇവിടെയൊക്കെ കൈ കൊണ്ട് വെക്കുകയാണെങ്കിൽ നല്ല ചൂട് കാറ്റ് വരും. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ വെച്ച് കളിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഹീറ്റിംഗ് ഒന്നും ഫീൽ ഇല്ല. ബട്ട് ഹീറ്റ് ആകും, കാരണം ഒരു വിൻഡോസ് PC ആണ്. ഇതിൻ്റെ കൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ AMD Ryzen Z1 Extreme എന്ന് പറഞ്ഞ പ്രോസറാണ് വരുന്നത്. ബിൽറ്റിൻ ആയിട്ടുള്ള AMDയുടെ ഗ്രാഫിക്സ് ആണുള്ളത്. അതിൻ്റെ ഒപ്പം 24 GB LPDDR5 റാമും അതേപോലെ 1 TB SSD ആണ് ഇതിനകത്ത് വരുന്നത്. വിച്ച് മീൻസ് ഇറ്റ്സ് എ പവർഫുൾ മെഷീൻ. സോ ഹീറ്റ് ഡെഫിനറ്റ്ലി എടുത്ത് കളയണം. പക്ഷേ ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ചാർജിനൊക്കെ കുത്തിയിട്ടേക്കാണ്, ഇപ്പോൾ ഗെയിമൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ ഇട്ടിട്ട് പോവുകയാണെന്ന് വിചാരിക്കും, സൈലൻ്റ് ആയിട്ടുള്ള റൂമാണെങ്കിൽ നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ശബ്ദം കേൾക്കും. അത് ഇതിൻ്റെ ഫാനുകളുടെ സൗണ്ടാണ്. യെസ്, അത്യാവശ്യം ഹയർ പെർഫോമൻസിൽ ഫാനിൻ്റെ RPM കൂടുമ്പോൾ ഫാനിൻ്റെ സൗണ്ട് നല്ലപോലെ കേൾക്കാനായിട്ട് പറ്റും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇത് എൻ്റെ മാത്രം മേ ബി ഒരു കുഴപ്പമായിരിക്കാം. ഞാൻ കൂടുതൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും എനിക്ക് ടച്ച് സ്ക്രീനുള്ള എന്ത് ഡിവൈസ് കണ്ടു കഴിഞ്ഞാലും അതൊരു സ്മാർട്ട് ഫോൺ പോലെ ഉള്ളിൽ ബ്രെയിനിൽ തോന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഫോണിന് ഞാനിപ്പോൾ ഒരു ഗെയിം ഓപ്പൺ ആക്കി, ആ ഗെയിം എനിക്ക് ഇഷ്ടമായില്ല, അപ്പോൾ തന്നെ ഞാൻ ക്ലോസ് ചെയ്ത് അടുത്ത ഗെയിം ഓപ്പൺ ആക്കി കളിക്കും. അത് ഇഷ്ടമായില്ല, അടുത്ത ഗെയിം ഓപ്പൺ ആക്കി. സോ ഇറ്റ്സ് എ സീംലെസ് പ്രോസസ്സ്. പക്ഷേ ഇത് ഒരു കമ്പ്യൂട്ടറാണ് എന്ന് നിങ്ങൾ ഓർക്കണം. സോ ഒരു ഗെയിം നിങ്ങൾ ഓപ്പൺ ചെയ്ത് അത് ഓപ്പണായി, അത് ലോഡായി, ആ ഗെയിമിനകത്തേക്ക് പോയിട്ട് ആ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഫോണിൽ പോലെ ഇതിങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് അതങ്ങ് ക്ലോസ് ചെയ്തിട്ട് അടുത്ത ഗെയിം ചടേ എന്ന് പറഞ്ഞ് ഓപ്പൺ ചെയ്യുക, അത് ക്ലോസ് ചെയ്യുക, അടുത്ത ചടയെന്ന് ഓപ്പൺ ചെയ്യുക. ആ പരിപാടി ഇതിൽ നടക്കില്ല. ഒരു ഗെയിം എടുത്തു കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായിട്ടുള്ള സാവകാശം കൊടുക്കണം. ഇതിൽ കാണുന്ന ഓരോ ഗെയിമുകളും 10, 200, 300 GB ഉണ്ട്.
ഓക്കെ, ഫോണിൽ കാണുന്ന പോലെ 300-200 MB അല്ല, GB കണക്കായതുകൊണ്ട് ഒരെണ്ണം ഓപ്പൺ ആക്കി അത് നിങ്ങൾ കളിച്ച് ആസ്വദിച്ച് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്ത് അടുത്ത ഗെയിം ഓപ്പൺ ആക്കാൻ ടൈം എടുക്കും. ഇന്നലെ രാത്രി ഞാൻ ഒരു ഗെയിം കളിച്ച് വെച്ചിട്ട് ഓഫാക്കി വെച്ചായിരുന്നു. ആ സമയത്ത് 35% എന്തോ ഉണ്ടായി, ഇപ്പോൾ 27% ഇപ്പോൾ ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നില്ലേ. സോ സ്റ്റാൻഡ് ബൈ ടൈം കൊള്ളാം, നല്ലൊരു സ്റ്റാൻഡ് ബൈ ടൈം കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് ഇംപ്രസീവായിട്ട് ഇത് തോന്നിയ എൻ്റെ സ്പീക്കേഴ്സാണ്. സ്പീക്കേഴ്സ് എക്സ്ട്രീംലി ലൗഡാണ്, നല്ല രസമുണ്ട് സ്പീക്കർ കേൾക്കാനായിട്ട്. ഫോർ ദിസ് സ്ട്രക്ചർ, ഈ ഒരു ഡിവൈസിന് പറ്റിയ ഒരു നല്ല സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇത് നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയാൽ നല്ലതാണെന്ന് ചോദിച്ചാൽ ഒരു കാര്യം പറയാം, ദിസ് ഇസ് നോട്ട് എ പെർഫെക്റ്റ് ഹാൻഡ് ഹെൽഡ്. ഇത് ആണ് ഏറ്റവും അടിപൊളി ഹാൻഡ് ഹെൽഡ് എന്ന് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ഇപ്പോൾ കിട്ടാവുന്ന ഹാൻഡ് ഹെൽഡുകളിൽ വെച്ച് അത്യാവശ്യം യൂസബിൾ ആയിട്ടുള്ളൊരു ഹാൻഡ് ഹെൽഡ് ഡിവൈസാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിന് മുന്നേ ഉണ്ടായ റോഗ് ആലി എന്ന് പറയുന്നതിന് ഭയങ്കര പരിതാപകരമായ ബാറ്ററി ലൈഫ് ആയിരുന്നു. 1/2 മണിക്കൂർ എന്തോ നിൽക്കുള്ളൂ. അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാറ്ററി ലൈഫ് എത്രയോ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ആൻഡ് ഈവൻ നിങ്ങൾ ഗെയിം കളിക്കുമ്പോൾ ലോവർ സെറ്റിങ്ങിലൊക്കെ വെച്ചാണ് നിങ്ങൾ കളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ബാറ്ററി ലൈഫ് കിട്ടും. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ആസ് എ ഹാൻഡ് ഹെൽഡ് ഡിവൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഗെയിം കളിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇരുന്ന് ഒരു കോർണറിലൊക്കെ ഇരുന്ന് ഗെയിം കളിക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് തന്നെയായിരിക്കാം ഈ ഒരു ആസൂസിൻ്റെ റോഗ് ആലി എക്സ്. വീഡിയോ കാണുന്ന ഗെയിമർ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിതിൽ പറഞ്ഞ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.